വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ NM പിയേഴ്സൺ, ഈ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിയ സംഭവത്തിൽ, അതുപോലെ തന്നെ ഈ VM രാധാകൃഷ്ണൻ്റെ പരസ്യം, ഈ പ്ലീനവുമായി ബന്ധപ്പെട്ട് പരസ്യം ദേശാഭിമാനി നൽകിയ കാര്യത്തിലൊക്കെ EP ജയരാജന് ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്നാണ് പാർട്ടി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഇതും മറ്റൊരു ജാഗ്രതക്കുറവായി വിലയിരുത്തി പോകാനല്ലേ സാധ്യത? പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകളെ അത്രമേൽ വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഈ ജാഗ്രത കുറവെന്ന് പറയുന്ന വാക്ക് കള്ളത്തരത്തിന് ചാർത്തിക്കൊടുക്കാവുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള പദപ്രയോഗത്തിനപ്പുറമായിട്ടൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ ശരിയായ രീതിയിൽ തിരിച്ചറിയുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തനം തന്നെയാണ് ഞാൻ. കാരണം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നെപ്പോലെ തന്നെ ആയിരിക്കാം കേരളത്തിലെ എല്ലാ സഹാക്കളും ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ജാഗ്രത കുറവ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരിക്കൽ സംഭവിക്കാം. അതൊരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സഹാവ് കൃത്യമായിട്ട് ആ കാര്യം തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് അദ്ദേഹത്തിന് തിരുത്താനായിട്ട് കഴിയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയും അദ്ദേഹത്തിൻ്റെ ജീവിത കാഴ്ചപ്പാടുകളും പാർട്ടി മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ധാർമ്മികതയ്ക്കനുസരിച്ചല്ലാതെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇടക്കിടയ്ക്ക് ഈ ജാഗ്രത കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി ചെയ്യേണ്ടത് അത്തരം ജാഗ്രത കുറവ് വന്നുപെടുന്നതായിട്ടുള്ള വ്യക്തികളെ അത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ താനെ സ്വാഭാവികമായിട്ടും ജാഗ്രത കുറവ് എന്താണ് എന്ന് പഠിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികൾ എടുത്തുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ അവരുടെ മനസ്സിനെ പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു നടപടിയിലേക്ക് CPM പോകാനായിട്ട് കഴിയുള്ളൂ. ഒരു സർക്കാർ വരുമ്പോൾ സർക്കാരിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ ജനങ്ങൾക്കുണ്ടാകും, പ്രത്യേകിച്ച് പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ടാകും. ആ പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം അവർക്കൊരു നിരാശ വന്നു, പിന്നീട് അവർ പാർട്ടിയെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലെത്തും. ഞാനിതിൻ്റെ ഏറ്റവും വലിയ അപകടം കാണുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു വലിയ വിശ്വാസ്യതയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ആ കേരളത്തിൻ്റെ വിശ്വാസ്യതയെ തകർക്കാനായിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യരുടെ വിശ്വാസ്യതയും രാഷ്ട്രീയത്തെയും സാമൂഹ്യബോധത്തെയും സംസ്കാരത്തെയും തകർക്കുന്ന തരത്തിലുള്ള നടപടിക്രമമാണ് വീണ്ടും വീണ്ടും EP ജയരാജനിൽ നിന്ന് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് അടച്ചു വെച്ചില്ല എങ്കിൽ CPM ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരായിത്തീരും. CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അപഹാസ്യനായിത്തീരുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ജാഗ്രത അവരാണ് കാണിക്കേണ്ടത്. ഇത് അവരുടെ ആരുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല. പിണറായി വിജയൻ്റെയോ അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ്റെയോ വ്യക്തിപരമായ പ്രശ്നമല്ല ഇത് പാർട്ടിയുടെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പാർട്ടിയുടെ നേതൃത്വവും പാർട്ടിയുടെ അണികളും ഒരേപോലെ ജാഗ്രത പുലർത്തേണ്ടതാണ്. അവരുടെ ജാഗ്രതയാണ് അതിശക്തമായിട്ട് EP ജയരാജൻ്റെ പ്രവർത്തനത്തെ തള്ളിപ്പറയുന്നതിലേക്കും എതിർക്കുന്നതിലേക്കും വിമർശിക്കുന്നതിലേക്കും കണ്ണൂർ ജില്ലയിൽ നിന്ന് പോലും എല്ലാ സഹാക്കളും ഒരുങ്ങി നിൽക്കുന്നത്. നേരത്തെ നമ്മളൊക്കെ പറയും കണ്ണൂർ ലോബി എന്ന് പറഞ്ഞു. അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നിന്ന് ശബ്ദങ്ങളുണ്ടാകുന്നത്. കാരണം ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്കെതിരെയാണ് ജനങ്ങൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും മൊറാഴ ലോക്കൽ കമ്മിറ്റി അവരുടെ പരാതി ഇപ്പോൾ ജയരാജനെതിരെ കൊടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലെ അവസ്ഥ. ആ നിലയ്ക്ക് ആഭ്യന്തരമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഉയർന്നു വന്നിരിക്കുന്നു, ഇക്കാര്യത്തിൽ രോഷം ഉയർന്നിരിക്കുന്നു എന്നതാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതിനെ മറികടക്കാൻ എന്തായാലും ഈ സർക്കാരിന് കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം പാർട്ടി അണികളിൽ നിന്ന് വലിയ രോഷമുണ്ടാകുന്നു. അണികളിൽ നിന്ന് മാത്രമല്ല, ഇതിന് നേതാക്കളിൽ നിന്ന് പോലും വലിയ രോഷമുണ്ടാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഈ ദിവസങ്ങളിലൊന്നും ഇവർക്കാർക്കും വേണ്ടി സംസാരിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്ന അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി സർക്കാരിനെ തള്ളിപ്പറയണോ അതോ കുറച്ചെങ്കിലും നടപടികളിലേക്ക് കടക്കുമെന്ന് വിശ്വാസത്തിലെടുക്കണോ? ഹർഷൻ, ഇവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ചർച്ചയിൽ 5 വിജിലൻസ് കേസിൽ കുറ്റവാളി അല്ലെങ്കിൽ ആരോപണ വിധേയനായ ഒരാൾ നിരപരാധിയാണെന്ന് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതാരാ? വിജിലൻസ് ഡയറക്ടറാ, ജേക്കബ് തോമസാ. അദ്ദേഹത്തിൻ്റെ അവതാരമാണ് കേരളത്തിൽ ഓരോ ദിവസവും എല്ലാവരും വാഴ്ത്തുന്നത്. അപ്പൊ ഇത് രാഷ്ട്രീയ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പകപോക്കലാണോ ഈ പത്മകുമാറിനോട് കാണിച്ചത്? ആണെങ്കിൽ പറയണം. അപ്പൊ ജേക്കബ് തോമസ് പകപോക്കൽ കാണിക്കുന്ന ആളാണെന്ന് അതിൽ നിന്ന് ബോധ്യമാകും. ഇല്ലെങ്കിൽ അഴിമതി ചെയ്തിട്ട് തന്നെയാണ് ജേക്കബ് തോമസ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതും നടപടി സ്വീകരിച്ചതും. അതുകൊണ്ട്
അഴിമതിക്കാരെ വെള്ളപൂശാൻ ആരും ശ്രമിച്ചാൽ അത് ശരിയല്ല. നമുക്ക് പിന്നെ ജയരാജനിലേക്ക് ഈ ജാഗ്രത കുറവ് ശ്രീ രാജ്മോഹൻ ജയരാജനിലേക്ക് തിരിച്ചു വരാം. ജയരാജനെതിരായ നടപടിയിലേക്ക് ഈ സർക്കാർ ഈ പാർട്ടി പോകുമോ എന്നതാണല്ലോ പ്രശ്നം. അവിടെ ആരും ജയരാജനൊപ്പമില്ല എന്ന ഒരു വസ്തുതയുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അതുകൊണ്ട് തന്നെ കുറെ വിശ്വാസത്തിലെടുക്കാമല്ലോ നമുക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ജയരാജൻ ഒരു ജാഗ്രത കുറവ് പറ്റിയെന്നാണല്ലോ പലരും ഇവിടെ പറയുന്നത്. ജാഗ്രത കുറവിനെ കുറിച്ച് അയ്യപ്പ പണിക്കർ ഒരു കവിത എഴുതിയിട്ടുണ്ട്. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ. അപ്പൊ കോഴിയെ മോട്ടിച്ചതോ? കോഴിയെ മോട്ടിച്ചെങ്കിൽ അത് പൊരിച്ചു തിന്നാനാണല്ലോ. അപ്പൊ പശുവിനെ മോട്ടിച്ചതോ? പശുവിനെ മോട്ടിച്ചതെങ്കിൽ അത് പാല് കുടിക്കാനാണല്ലോ. അതൊക്കെ നിർദോഷമായ ജാഗ്രത കുറവ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ശ്രീ പിണറായി വിജയൻ ശ്രീ ജയരാജനെ സംരക്ഷിക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് കലാപം രൂക്ഷമാകും. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു കലാപം പരസ്യമായി പൊട്ടിപ്പുറപ്പെടും. വിനാശകാലേ വിപരീത ബുദ്ധി എന്നാ ചൊല്ല്. അതുകൊണ്ട് വിനാശത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്തായാലും പ്രതിപക്ഷ നേതാവായ അച്യുതാനന്ദൻ ബാർക്കോഴ കേസിൽ ഒരു ആരോപണം എഴുതി തയ്യാറാക്കി കൊടുത്തപ്പോൾ അന്ന് അന്വേഷണം വെച്ച ഗവൺമെന്റ് UDF ഗവൺമെന്റ്. അതുപോലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല രേഖാമൂലം പരാതി കൊടുത്തു കഴിഞ്ഞു. ആ പരാതി ഭരണഘടനാ ലംഘനത്തെ കുറിച്ചാണ്, സത്യപ്രതിജ്ഞാ ലംഘനത്തെ കുറിച്ചാണ്, സ്വജനപക്ഷപാതത്തെ കുറിച്ചാണ്, അഴിമതിയെ കുറിച്ചാണ്. അപ്പോ ഒരു ത്രാസിൽ രണ്ട് കച്ചവടമില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം, അദ്ദേഹത്തിന്റെ കത്ത്, അതിന്റെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിച്ചേ മതിയാകൂ. അതുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ ഒരക്ഷരമുതിയാടാനുള്ള ധാർമ്മികത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാകില്ല. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഈ എന്തായാലും ഈ പാർട്ടിയിലെ വിഭാഗീയതയിൽ പിണറായി വിജയനൊപ്പം അടിയുറച്ചു നിന്നയാളാണ്, അല്ലെങ്കിൽ ആ നിലപാടുകൾക്കൊപ്പം അടിയുറച്ചു നിന്നയാളാണ് EP ജയരാജൻ. മാത്രമല്ല അദ്ദേഹം ഈ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ രണ്ടാമനെന്ന് സ്വയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരാൾക്കെതിരെ നടപടിയിലേക്ക് പോകാൻ ഇടതുമുന്നണിക്ക് വളരെ എളുപ്പത്തിൽ കഴിയുമോ? അത് മറ്റൊരു തരത്തിലൊരു വലിയ തെറ്റ് ഈ പാർട്ടിക്ക് സംഭവിച്ചു എന്നും ഈ സർക്കാരിന് സംഭവിച്ചു എന്നുമുള്ള സമ്മതിക്കൽ കൂടിയാവും. അതിന് പിണറായി വിജയൻ നിന്നു തരുമോ? അല്ല, അത് കാര്യങ്ങൾ ഭംഗിയായി കാണാത്തത് കൊണ്ടാണ്. സംഭവങ്ങളെ ആ നിലയ്ക്ക് അതിപ്പോൾ സംഭവിച്ച അവസ്ഥയിൽ തന്നെ കാണണം. ഇവിടുത്തെ അവസ്ഥ എന്താ? നാം ചർച്ച ചെയ്തൊരു ഭൂതകാലമാണ്. കാരണം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്പ്യാരുടെ അപ്പോയിൻമെൻറ്റ് നിലനിൽക്കുന്നില്ല. അതാരാണ് ഇടപെട്ടത്? മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് EP ജയരാജൻ്റെ നിലപാടിനെ തിരുത്തി. എന്ന് പറഞ്ഞാൽ നടപടി സ്വീകരിച്ചു എന്നാണ്. മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ നേരത്തെ പറഞ്ഞ മാതിരി കസ്റ്റോഡിയൻ ഇടപെടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഭരണരംഗത്ത് നടപടിയാണ് ഹർഷൻ. അതേസമയം പാർട്ടി ഇത് ചർച്ച ചെയ്യുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. താങ്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത് മാതിരി സാമൂഹിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഇപ്പം മൊറാഴയുടെ കാര്യം പറഞ്ഞു. ആ നിലയ്ക്ക് പാർട്ടി സഖാക്കളും എതിർക്കുന്നു. എന്ന് പറഞ്ഞാൽ പാർട്ടി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കാണാം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു നടപടി എടുത്തു കഴിഞ്ഞല്ലോ. ഇതൊന്നും കാണാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുഖ്യമന്ത്രിയും അതുമാതിരി തന്നെ ഒരു എക്സൈസ് മന്ത്രിയും കൂടി പരസ്പരം കോല് കളിച്ച ഒരു അഴിമതിക്കഥയുണ്ടല്ലോ. ബാർക്കോഴ പരസ്പരം സംരക്ഷിച്ചുകൊണ്ട് നിന്ന് അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ഉണ്ണിത്താനും അറിയാമല്ലോ. ആ നിലയ്ക്കുള്ള അവസ്ഥ ഇപ്പോഴില്ല. ആ യാഥാർത്ഥ്യം കാണണം. നടപടി മുഖ്യമന്ത്രി സ്വീകരിച്ചു കഴിഞ്ഞു. വെറുതെ പോക്കറ്റിലിട്ട് നടക്കുന്ന മുഖ്യമന്ത്രി അല്ല ഇത്. ഇനി പാർട്ടി സ്വീകരിക്കട്ടെ. അതേ സംബന്ധിച്ച് പാർട്ടിയുടെ അത് പറയേണ്ടയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. എന്നാലും അതൊന്നും ഒരു മാറ്റവുമില്ല എന്ന് പറയണമെങ്കിൽ വലിയ വിവരക്കേട് വേണം. എനിക്കെന്തായാലും അക്കാര്യത്തിൽ അങ്ങനൊരു വിവരക്കേടില്ല. പക്ഷേ എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ മോഷണം പിടിച്ചിട്ട് ആ മോഷണം മുതൽ തിരിച്ചേൽപ്പിച്ചാൽ കുറ്റവിമുക്തനായി എന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായും സമയം വേണം. ആ സമയത്തിൽ നമ്മൾ നടപടി പ്രതീക്ഷിക്കുകയും ചെയ്തു. ആ നടപടി ഉണ്ടായാൽ മാത്രമേ പൂർണ്ണമായി സർക്കാരിനെ തന്നെ കുറ്റവിമുക്തമായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരു സെക്കൻഡ്. ഭാസുരേന്ദ്ര ബാബു ഇവിടെ പറഞ്ഞ ഒരു കാര്യം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പിണറായി വിജയൻ ഇടപെട്ടിട്ടല്ല ശ്രീ നമ്പ്യാരുടെ നിയമനം റദ്ദാക്കിയത്. ശ്രീ ജയരാജൻ തന്നെ പറഞ്ഞു തന്റെ ശമ്പളം എത്ര രൂപയാണെന്നും തനിക്ക് എന്തൊക്കെ ഫെസിലിറ്റി നൽകുമെന്നും അദ്ദേഹം രേഖാമൂലം പ്രൈവറ്റ് സെക്രട്ടറിയോട് എഴുതി ചോദിച്ചു. മറുപടി കിട്ടാത്തത് കൊണ്ടും അദ്ദേഹം ചാർജ് എടുക്കാൻ താമസിക്കുന്നതുകൊണ്ടും
മുഖ്യമന്ത്രി ഇതിൽ ഇടപെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് മാറ്റി പഴയ IAS ഓഫീസർക്ക് ചാർജ് കൊടുത്തുവെന്ന് മന്ത്രി പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് പിണറായി വിജയൻ ഇടപെട്ടിട്ടാണ് നടപടി ഉണ്ടായെന്ന് പറയുന്നത്? മന്ത്രി തന്നെ പറഞ്ഞു ഈ നിയമനം 2-3 ദിവസത്തിന് മുമ്പ് തന്നെ റദ്ദാക്കി കഴിഞ്ഞു. റദ്ദാക്കാൻ കാരണം ഈ നമ്പ്യാർ ചോദിച്ചു എന്റെ ശമ്പളം എത്രയാ, എന്തെല്ലാം ഫെസിലിറ്റി എനിക്ക് കിട്ടും, അപ്പോ അതിനെക്കുറിച്ച് ഒരു ഉറപ്പ് കിട്ടിയിട്ടേ ഞാൻ ചാർജ് എടുക്കൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് ചാർജ് കൊടുക്കേണ്ടത് പറഞ്ഞു. പഴയ MD ക്ക് തന്നെ ചാർജ് കൊടുത്തു. എവിടെയാ പിന്നെ പിണറായി വിജയൻ ഇടപെട്ടത്? അതുകൊണ്ട് ആ പിണറായി ഇടപെട്ടിട്ടാണ് ഈ നിയമനം റദ്ദായി എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമല്ലേ? അല്ലെന്ന് പറയാമോ? ശ്രീ NM പിയേഴ്സൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അഴിമതി എന്നത് പറയാൻ കഴിയുമോ എന്ന സംശയമാണ് പലരും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ CPM അല്ലെങ്കിൽ DP ജയരാജനെ ഡിഫെൻഡ് ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ വാതുറന്ന എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, ഇത് സ്വജനപക്ഷപാതമാണ്, ശരിയാണ്, പക്ഷേ അഴിമതി എന്നൊറ്റയടിക്ക് പറയാൻ കഴിയുമോ എന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ അഴിമതിയുടെ തലത്തിലേക്ക് ഒരുപക്ഷെ എത്താൻ പോകുന്ന ഒരു നിയമനം തന്നെയായിരുന്നു ഇത് എന്ന പ്രശ്നം കൂടിയുണ്ട്. കാരണം ഈ വിമാനത്താവളങ്ങളിലെ കാർഗോ കൈകാര്യം ചെയ്യുന്ന, പോർട്ടുകളിലെ കാർഗോ കൈകാര്യം ചെയ്യുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചുമതലയാണ് ഏൽപ്പിക്കപ്പെട്ടത്. കണ്ണൂരിലും ഇനി വിമാനത്താവളം വരാൻ പോകുന്നു, അതിൻ്റെ കാർഗോ ടെർമിനൽ കൈകാര്യം ചെയ്യാൻ പോകുന്നതും ഇതേ സംവിധാനമാണ്. ഇതിൻ്റെയൊക്കെ ചുമതല ഏൽക്കാനാണ് ഇദ്ദേഹത്തെ സ്വന്തം ഈ പറഞ്ഞ മരുമകനെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് വരുമ്പോൾ അതിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾ കൂടി ചർച്ച ചെയ്തു പോവേണ്ടേ? അല്ല, അതിൻ്റെ പിന്നിലെ വലിയ തരത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ്. സമ്പത്ത് അടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇക്കാലത്ത് നമ്മുടെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ ഒരു സ്വഭാവ സവിശേഷതയെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ വൻ അഴിമതിയായിരുന്നു. ആ അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് വന്നത്. ഈ സർക്കാർ വരുമ്പോൾ അങ്ങനത്തെ ഒരു അഴിമതിയിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും അതേപോലെ തന്നെ ഈ അഭിഭാഷക നേതാക്കളും അതേപോലെ IAS നേതാക്കൾ, എല്ലാ വലിയ നേതാക്കളും പലതരത്തിലും അഴിമതിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ സമൂഹത്തിന് അഴിമതിയോടുള്ള വലിയ തരത്തിലുള്ള ഒരു ആർത്തി വർദ്ധിക്കുകയും കണ്ടവൻ്റെയൊക്കെ വൃത്തികെട്ട പണം എങ്ങനെയെങ്കിലുമൊക്കെ സ്വന്തമാക്കാനായിട്ട് കഴിയുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഭരണത്തിലേക്ക് നുഴഞ്ഞു കയറുകയും അവർക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ഘടന പാകപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ടത്. അല്ലാണ്ട് CPM അഴിമതി നടത്തിയോ, കോൺഗ്രസ് അഴിമതി നടത്തിയോ, അല്ലെങ്കിൽ BJP അഴിമതി നടത്തിയോ എന്നുള്ളതല്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രമുഖന്മാരെന്നും സമൂഹം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടവരെന്നൊക്കെ പറയുന്ന മനുഷ്യരെ ചെളിക്കാലുകൾ കൊണ്ടുണ്ടാക്കിപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള രൂപങ്ങളാണ് എന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനാണ്. കാരണം അവനൊരിക്കലും ഒരു നയ പൈസ പോലും കക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു അഴിമതിയിലേക്ക് അവൻ കടന്നു ചെല്ലുന്നില്ല എന്നുള്ളതാണ്. അവൻ്റെ ദുരിതപൂരിതമായിട്ടുള്ള ജീവിതം ചുവന്നവനിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മനുഷ്യരുടെ ചുമലിൽ കയറി നിന്ന് ഭരണത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മേഖലകളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും അധികാരികളും ഒക്കെ ഇവിടെ വലിയ തരത്തിലുള്ള കൊള്ള നടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ചയിൽ സാധാരണക്കാരൻ പറയുന്നത് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിയമനത്തിൻ്റെ പിന്നിൽ അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള അഴിമതിയുടെ സ്വജനപക്ഷപാതത്തേക്കാൾ ഉപരിയായിട്ട് അഴിമതി സൗകര്യപൂർവ്വം നടത്താനായിട്ടുള്ള ഒരു ഏർപ്പാട് കൂടിയായിട്ട് അതിനെ മാറ്റാനുള്ള ശ്രമമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.